ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം നൽകിയിരിക്കുക. ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ ദിവസത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അവൻ്റെ നാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ ഇന്ന് എപ്പിസോഡ് 93 പറ്റി വിസാരിച്ച 93 എപ്പിസോഡ് 93 നമ്മൾ ഇങ്ങനെ വാസിക്കാൻ പോകുന്ന ഫിലിപ്പിയർ 1:11-12 വാക്യം. നമ്മൾ 11 നമ്മൾ നേരത്തെ വിസാരിച്ചാച്ച് അത് നമ്മൾ ഒന്നുകൂടെ വിസാരിച്ചിട്ട് 12 വാക്യത്തിലേക്ക് നമുക്ക് കിളമ്പിടാം. നമുക്ക് ஆண்டவர் நம்மளோட என்ன பேசுன்னு நமக்கு பார்க்கலாம். ஆண்டவரோட ഈ വചനം കേൾക്കുന്ന മൂലം നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം கிடைக்குമാറാകട്ടെ. അത് മാത്രമല്ല ദൈവത്തിൽ നമ്മൾ ഉറയ്ക്കുവാൻ തക്കോണം ദൈവം നമ്മളെ ഇടയാക്കുമാറാകട്ടെ. 11 വാക്യത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനും പോഴ്ചയ്ക്കുമായി യേശുക്രിസ്തുവിനാൽ പ്രതിഫലം നിറഞ്ഞവരുമായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇங்கே പൗലോസ് എന്നാ சொல்லுது ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപിച്ചുകൊണ്ടേയിരിക്കും. നേരത്തെ നമ്മൾ ജപിക്കുന്ന കേട്ടാച്ച് ഇപ്പോൾ ഇങ്ങനെ ജപിക്കുന്ന എന്താണ്? നല്ല പ്രതിഫലം கிடைക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപിക്കുന്നു. നേരത്തെ നമ്മൾ വാസിച്ച നമുക്ക് പിടിയുമാ. നമ്മൾ നേരത്തെ വാസിച്ച് നിങ്ങൾ കൃപയാൽ വർദ്ധിച്ചു വരാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ജപിച്ചിടും. ഇതിപ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം വർദ്ധിച്ചു വരാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ജപിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നേരത്തെ ചൊല്ലിയാച്ച് ഞാൻ ഞങ്ങൾക്ക് ജപിക്കുന്ന നിങ്ങൾക്ക് സമാധാനം സന്തോഷം கிடைக்கണമെന്ന് ചൊല്ലി പൗലോസ് അങ്ങേ ചൊല്ലിയാച്ച് ഇங்கே என்ன சொல்லுது ഞങ്ങൾക്ക് പ്രതിഫലം கிடைക്കണം. അതായത് നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്ക് ആണ്ടവർ നിങ്ങൾക്ക് പ്രതിഫലം തന്നിടും. അതായത് നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അതിന് പ്രതിഫലം അല്ലെങ്കിൽ അതിനെ ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നിടണം, അല്ലെങ്കിൽ വേലയ്ക്ക് കൂലി തന്നിടണം എന്ന് വേണമെങ്കിൽ നമുക്ക് ചൊല്ലിടാം. 11 വാക്യത്തിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ദൈവത്തിൻ്റെ മഹത്വത്തിന് പോഴ്ചയ്ക്കുമായിട്ട്, അതായത് നിങ്ങൾ 2 കാര്യം ഇங்கே പൗലോസ് ചൊല്ലിരിക്കെ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം, അതായത് ഞാൻ ജപം പണിത് എന്തത്തിന് വേണ്ടിതാ? ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വരണം. അതായത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം கிடைച്ചാൽ മാത്രമേ ദൈവത്തെ നമുക്ക് പുകഴ്ത്താൻ പറ്റൂ. രണ്ടാമത്തെ കാര്യം എങ്കിൽ എന്തൊക്കെയും മഹത്വത്തിനും പൂശ. അതായത് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം கிடைക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ആരാധിക്കും, ദൈവത്തെ നമ്മൾ പുകഴ്ത്തും. ദൈവം ആണ്ടവരെ നീതാൻ പെയ്യവൻ എന്ന് ചൊല്ലി നമ്മൾ അവനോട് ജപിച്ചിടും. അവൻ്റെ മുമ്പിൽ നമ്മൾ വണങ്ങിടും. അന്നേരം ഇங்கே പൗലോസ് ചൊല്ലുന്ന 2 കാര്യം എന്ന് ചൊല്ലിയാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപിച്ചുകൊണ്ടേയിരിക്കെ. എന്തിന് ജപിച്ചുകൊണ്ടേയിരിക്കെ? നിങ്ങൾക്ക് ജപിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും അതുകൊണ്ട് നിങ്ങൾക്ക് പൂഴ്ച ചെയ്യുവാനും തക്കോണം ഇടയാവണം. ആർക്ക് പൂഴ്ച ചെയ്യണമെന്ന് എനിക്ക് എഴുതിയിരിക്കുക. നമ്മൾ അതുമൂലം യേശു ക്രിസ്തുവിനാൽ പ്രതിഫലം നിറഞ്ഞവരായി തീരണം. അതായത് നിങ്ങൾക്ക് പ്രതിഫലം നിറഞ്ഞവരായിട്ടാണ്. അത് അതായത് അങ്ങ് മുഴുവനുമായിട്ട് നമ്മൾ ഒരു കലത്തിൽ നമ്മൾ തണ്ണി ഊത്തുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അരക്കലം 3/4 കലം ഇതിന് നിറഞ്ഞവരായെന്ന് ചൊല്ലിയാൽ അത് നിറഞ്ഞ ഒഴുകുമാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആയിടണം എന്നാണ് എൻ്റെ വാഞ്ച, അല്ലെങ്കിൽ എൻ്റെ ചിത്തം. അതിനുവേണ്ടി ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ജപിച്ചുകൊണ്ടേയിരിക്കുന്നത്. 12 വാക്യത്തിൽ, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ഇங்கே சொல்லுது, പ്രിയമാനവരെ അല്ലെങ്കിൽ പ്രിയ സഹോദരന്മാരെ, അല്ലെ ഫിലിപ്പിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചൊല്ലുക, എനിക്ക് എന്നാ പറ്റിയാച്ച് അത് എന്തിന്, അതുകൊണ്ട് എന്നാ പ്രയോജനം എന്തെന്ന് നിങ്ങൾക്ക് தெரியுமா? അത് സുവിശേഷത്തിന് പ്രയോജനമായി തീർന്നാച്ച്. അതായത് എനിക്ക് എന്തോ ഭവിച്ചാലും എന്തോ പറ്റിയാലും അത് അത് പോകണം, സുവിശേഷത്തിന് പ്രതിഫലമായിട്ട് തീരണം. സുവിശേഷത്തിന് എനിക്ക് സുവിശേഷത്തിന് അഭിവൃദ്ധിക്ക്, അതായത് സുവിശേഷം വർദ്ധിപ്പാൻ തക്കോണം, അല്ലെങ്കിൽ അത് വളരുവാൻ തക്കോണം ഇടവരണം. അന്നേരം പൗലോസിൻ്റെ അവന് ഏത് സിറ്റുവേഷനിലാണ് കിടക്കുമെന്ന് നിങ്ങൾക്ക് தெரியுமா? ഞാൻ നേരത്തെ ചൊല്ലിയച്ച് അവൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്.
അല്ലെങ്കിൽ അവനെ ജയിലിൽ കിടക്കുകയാണ്, ജയിലിൽ വാസം പണിക്കൊണ്ടിരിക്കുകയാണ്, ജയിലിൽ അവൻ ചങ്ങലയാൽ കെട്ടപ്പെട്ടവനായിരിക്കുകയാണ്. അങ്ങ് കെട്ടപ്പെട്ടവനായ പൗൽ ചൊല്ലുന്നത്, ഞാൻ നിങ്ങൾക്ക് ജപിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണുവാനും ദൈവത്തെ പുകഴ്ത്താനും വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതെല്ലാം പറ്റിയത് എനിക്ക് ഈ പറ്റിയതെല്ലാം എന്തിനാ தெரியுமா? ഇതുമൂലം സുവിശേഷം വളരണം, അഭിവൃദ്ധിപ്പെടണമെങ്കിൽ സുവിശേഷം വളരണം. സുവിശേഷം എപ്പോഴും വളരാൻ പറ്റും? നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ കുത്തുകൊണ്ടിട്ട് ഞങ്ങളുടെ പ്രിയ സഹോദരൻ പൗലോസ് ഇപ്പടി ജയിലിൽ കിടന്നിട്ടും അവൻ ഇത്ര സന്തോഷമായിരിക്കെ ഇത്ര അവന് അവൻ ഞങ്ങൾക്ക് വേണ്ടി ജപിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെപ്പറ്റി ഇത്രമാത്രം ഞങ്ങളെപ്പറ്റി വിസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള പൗലോസ് അവൻ சொல்லுறது ഇത് സുവിശേഷ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷം വളരുവാൻ വേണ്ടിയാണ്. അന്നേരം അവരത് കേൾക്കുമ്പോൾ അവരും ധൈര്യപ്പെട്ട് അവർ സുവിശേഷം ചൊല്ലും. നോക്കി പൗലോസിന്റെ ചിന്ത നമ്മൾ നോക്കിക്കേ. അവൻ കാരാഗ്രഹത്തിൽ കിടന്നിട്ടും അല്ലെങ്കിൽ അവൻ ജയിലിൽ കിടന്നിട്ടും അവൻ എന്നാ വിചാരിക്കുന്നത്? സുവിശേഷം എപ്പടി വളരണം. നമ്മുടെ ചിന്ത അപ്പടിയാ. നമ്മൾ സുവിശേഷം വളരണമെന്ന് താൻ നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ഇപ്പം എங்கே பார்த்தாலும் നമ്മൾ എല്ലായിടത്തുമേ നമ്മൾ അടിയും വഴക്കും എല്ലാ പ്രോബ്ലം, ഓരോരുത്തർക്കും പ്രോബ്ലം കൊടുക്കുക, എല്ലാം അല്ലെങ്കിൽ സഭയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ഏത് പ്രയാസമാണെങ്കിലും നമ്മൾ അതുകൊണ്ട് എന്നാ പറയണം? സുവിശേഷം വളരണം. സുവിശേഷം എത്രയും നമുക്ക് പേശാൻ പറ്റുമോ അത്രയും പേശണം. ആ സുവിശേഷം പേശുമ്പോൾ മക്കളധികം വന്നിടുമ്പോൾ അവർ സ്വർഗത്തിലേക്ക് നരകത്തിൽ പോകുന്നവർ സ്വർഗത്തിലേക്ക് പോയിടും. അതിൻ്റെ മൂല കാരണം എന്നതാ? നമ്മളെല്ലാവരും നരകത്തിലേക്ക് പോകുന്ന വ്യക്തികൾ താൻ. നരകത്തിലേക്കല്ലാതെ നമുക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. എന്നാൽ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മൾ കേട്ടപ്പോൾ എന്നാ പറ്റിയും? ആണ്ടവരായ യേശുക്രിസ്തുവിനെ നമ്മളുടെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചാച്ച്. എപ്പോഴും സ്വീകരിച്ചാച്ച്? അവൻ എൻ്റെ സകല പാവത്തിനു വേണ്ടി മരിച്ചാറേ എന്ന് നമ്മൾ വിശ്വസിച്ച് അവൻ മരിച്ചത് മാത്രമല്ല, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് നമ്മൾ വിചാരിച്ചാച്ച്. അതുമാത്രമല്ല, എൻ്റെ പാപത്തിൻ്റെ എല്ലാ ശമ്പളവും അല്ലെങ്കിൽ പാപത്തിൻ്റെ കടമെല്ലാമേ യേശുക്രിസ്തു അല്ലെങ്കിൽ ആണ്ടവരായ യേശുക്രിസ്തു എന്നെ വീട്ടിയാച്ച്. ഇനി എനിക്ക് കടം ഒന്നുമേ கிடைக்காது. പൂർണ്ണമായി ഞാൻ വീട്ടിയിട്ട് എന്നെ അടിമച്ചന്തയിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കിയാച്ച്. നമ്മൾ അടിമച്ചന്തയിൽ കിടന്ന നമ്മളെ പറ്റി നമ്മളെ സ്വതന്ത്രമാക്കി. എന്നിട്ട് നമ്മളെ സ്വതന്ത്രമാക്കിയിട്ട് അവൻ്റെ നേസം മൂലം അവൻ നമ്മളോട് ചൊല്ലുക, നിനക്ക് എപ്പോഴും ജീവിക്കണമോ ജീവിച്ചിട്ട്. പക്ഷേ നീ ഒരു കാര്യം ഓർത്തിട്ട്, എന്നാ ഒരു കാര്യം? നീ നേരത്തെ അടിമയായിരുന്നാച്ച്. നിനക്ക് യാതൊരു വിടുതലുമേ கிடைக்காது. ഈ അടിമച്ചന്തയിൽ നിന്നും ആരെങ്കിലും വാങ്ങുവാന്നേ അത് പിന്നെ അടിമത്തത്തിൽ താൻ പോവും. അങ്ങനെയുള്ള ഞാൻ നിങ്ങളെ വാങ്ങി, ഞാൻ എപ്പോഴും വാങ്ങിയാച്ചേ? എൻ്റെ രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയാച്ച്, അല്ലെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയാച്ച്. നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ അടിയും ഞാൻ ഏറ്റാച്ച്. അവൻ്റെ മുതുക ഒഴിവുചാല് പോലെ ഉഴുതാച്ചേ എന്ന് നമ്മൾ വാസിക്കുന്നു. അവൻ്റെ താടിയെല്ലാം റോമോ എല്ലാം പിടിച്ച് പഞ്ചാച്ചേ നമ്മൾ വാസിക്കുന്നു. അവൻ്റെ മുഖത്ത് തുപ്പിയാച്ചേ എന്ന് നമ്മൾ വാസിക്കുന്നു. നമ്മൾ വാസിക്കുന്ന എന്താ? അവനെ ക്രൂശിലെ തൂക്കിയാച്ചേ എന്ന് വാസിക്കുന്നു. അത് മാത്രമല്ല, അവൻ ആ കുരിശും വഹിച്ചുകൊണ്ട് യെരുശലേം വീതികളിൽ കൂടെ നടന്നു പോയെന്ന് നമ്മൾ വാസിക്കുന്നു. അങ്ങനെ അത്ര കഷ്ടപ്പെട്ട് ഇത്ര കഷ്ടപ്പെട്ടെന്തിന്? ഈ അടികളെല്ലാം എന്തിന് അവൻ ഏറ്റാച്ച്? നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ അത് ചെയ്ത. അതായത് നമ്മളെ വീണ്ടെടുക്കുക എന്ന് ചൊല്ലിയാൽ നമ്മൾ അവൻ്റെ ആയിരുന്നു. നമ്മൾ അവൻ്റെ കയ്യിൽ നിന്നും പോയിട്ട് ഇപ്പോൾ പിശാചിൻ്റെ കയ്യിലിരിക്കും. ആ പിശാചിൻ്റെ കയ്യിൽ നിന്നും നമ്മളെ വീണ്ടെടുത്താച്ച്. അതായത് അവന് പൈസ കൊടുത്ത് അല്ലെങ്കിൽ അതിന് വില കൊടുത്ത് നമ്മളെ തിരുമ്പി വാങ്ങിയാച്ച്.
തിരുമ്പി വാക്കി നമുക്ക് എന്നാ അവൻ നമ്മളെ ഉണ്ടാക്കിയപ്പോൾ എന്നാ അവന് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകിയാച്ച്, എല്ലാ സ്വാതന്ത്ര്യവും. അതേ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് പിന്നെയും കിടക്കണം. എന്നാൽ അതുമൂലം നമ്മൾ ആ സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് பண்ணാൻ പാടില്ല. നമുക്ക് എന്നാ பண்ணണം? ആണ്ടവരെ മഹത്വപ്പെടുത്തണം. കാരണം അവൻ നമ്മളോട് ചെയ്ത ആ മഹാപെരിയ കാര്യത്തെ വിസാരിച്ച് നമുക്ക് മഹത്വപ്പെടുത്തണം. അത് മറ്റുമല്ല, അത് മഹത്വപ്പെടുത്തുന്നത് നമ്മൾ എപ്പോഴും അത് പുകഴ്ചയായിട്ട് നമ്മൾ മഹത്വപ്പെടുത്തണം. എന്നുവെച്ചാൽ ഈ 2 വാക്യത്തിൽ നല്ല ഉദ്ദേശം താൻ അപ്പോസ്തലനായ പൗലോസ്. കാരണം അവൻ എന്നാ ഞാൻ ഈ ചങ്ങലയിൽ കിടക്കുന്നതിൻ്റെ കാരണം വേറെ, അതുകൊണ്ട് ഞാൻ രമ്പ സന്തോഷിക്കുന്നത് ഞാൻ ഈ ചങ്ങലേക്ക് കിടക്കുന്ന മൂലം നിങ്ങൾക്ക് എന്നെ പാക്കുമ്പോൾ നിങ്ങൾ ആണ്ടവരെ മഹത്വപ്പെടുത്തണം. അത് മറ്റുമല്ല, നിങ്ങൾ സുവിശേഷം മറ്റോട് പേശി അവർക്ക് ഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അവരോട് പേശി, അവർ നരകത്തിൽ പോകാമെന്ന് അവരോട് പേശി അവരെ തീയിൽ നിന്നും വലിച്ചെടുക്കണം. പൗലോസിന്റെ ചിന്ത എന്താ? എല്ലാ മാനവർക്ക് വേണ്ടിയും അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയും അവൻ്റെ വിചാരം എന്താ? ആരുമേ നരകത്തിൽ പോവാതെ. അന്നേരം മക്കളോടുള്ള സ്നേഹം അവൻ എപ്പോഴും കാണിക്കുക? അവൻ ജപം പണിക്കൊണ്ടേയിരിക്കെ നിങ്ങൾ വളർന്നു വരണം, നിങ്ങൾ സുവിശേഷം നിങ്ങൾ അറിയിക്കണം. അന്നേരം ആണ്ടവരുടെ ചിത്തം എന്തെന്ന് നമ്മൾ ഇങ്ങനെ എന്നാ പാത്താച്ച്? ആണ്ടവരുടെ ചിത്തം നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്കും കൊടുക്കുകയാണ്. അതായത് ആണ്ടവരുടെ ചിത്തം അതാണ് നമ്മുടെ അതായത് ആണ്ടവരുടെ സന്തോഷം നമുക്ക് നൽകിയാച്ച ആ സന്തോഷം മറ്റുള്ളവർക്കും കൊടുക്കണം. നമുക്ക് ആണ്ടവരുടെ സമാധാനം നമുക്ക് നൽകിയാച്ച ആ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കണം. അതായത് ആണ്ടവരുടെ അതാണ് ചിത്തം. അതാണ് പൗലോസ് ഇങ്ങനെ നമ്മൾ പഠിച്ചാച്ച്. അവൻ്റെ സമാധാനം നിങ്ങൾക്ക് கிடைக்குമാറാകട്ടെ, അവൻ്റെ കൃപ നിങ്ങൾക്ക് கிடைக்குമാറാകട്ടെ, അവൻ്റെ സന്തോഷം നിങ്ങൾക്ക് கிடைக்குമാറാകട്ടെ, അവൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് கிடைக்குമാറാകട്ടെ. അതായത് ആണ്ടവർ എന്തൊക്കെയാണ് തരുവാൻ നമുക്ക് വേണ്ടി ആഗ്രഹിച്ചത് അത് എല്ലാമേ നമുക്ക് கிடைക്കണം. എല്ലാ മക്കൾക്കും, വിശ്വാസികൾക്ക് മറ്റുമല്ല, അവിശ്വാസികളായ അല്ലെങ്കിൽ അന്യജാതിക്കാരായ അല്ലെങ്കിൽ ജാതിക്കാർ അവർ അന്യദൈവങ്ങളെ വണങ്ങിക്കൊണ്ടിരിക്കുന്ന അവരും ഈ സന്തോഷവും ഈ സമാധാനവും അവർക്ക് கிடைക്കണം. അതുതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് എങ്കിൽ പൗലോസ് എന്നാ சொல்லுது, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപിച്ചിരിക്കുക. കാരണം നിങ്ങൾക്ക് ധൈര്യം கிடைക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സമാധാനം கிடைക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സന്തോഷം கிடைക്കാൻ വേണ്ടി. എന്നാൽ നിങ്ങൾ സന്തോഷം கிடைക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ നിറഞ്ഞ് കവിയണം. അത് നിറഞ്ഞ് കവിയുന്ന എപ്പോഴാണ്? നിങ്ങൾ മറ്റുള്ളവർക്ക് ചൊല്ലുമ്പോൾ. അന്നേരം അത് കവിഞ്ഞ് അവർക്ക് ആ സന്തോഷം கிடைച്ചാൽ അവരും അത് ചൊല്ലണം. അന്നേരം എൻ്റെ സമയം ഞാൻ ഇങ്ങനെ മുടിഞ്ഞാച്ച് ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഇങ്ങനെ നമ്മൾ പൗലോസിൻ്റെ മെയിൻ ഉദ്ദേശം നമ്മൾ പാത്താച്ച് എന്നതാണ് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടായിരിക്കണം, അത് വളരണം എന്നാണ് പൗലോസിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം എല്ലാ മക്കളും ആണ്ടവരെ സ്വീകരിപ്പാൻ തക്കോണം ഇടയാവണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.